ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത ജാഗരണ ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം കണ്ടുണരുവാൻ നമ്മളെല്ലാവരെയും സർവകൃപാലുവായി ദൈവം സഹായിച്ചു. അതിനായിട്ട് നമുക്ക് നന്ദിയോട് സ്തുതിക്കാം. ഒരിക്കൽ കൂടി എല്ലാ ദൈവമക്കളെയും ഈ പ്രഭാത ജാഗരണ ചിന്തയിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് അമൂർത്ത ശക്തി. നൽകിയിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ വാക്യം. ഒരു മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അല്ലാതെ ഒരു പരിണാമ സിദ്ധാന്തവുമല്ല. ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നൽകുന്ന ഒരു മറുപടി നാം വായിച്ചു കേട്ടു. യഹോവയായ ദൈവം, ദ ക്രിയേറ്റർ ഓഫ് ഓൾ യൂണിവേഴ്സ്, സകലത്തിന്റെയും സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിതാവായിരിക്കുന്ന യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ആ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ദൈവം ഊതി മനുഷ്യൻ പിന്നീട് ജീവനുള്ള ദേഹിയായി മാറിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം പരിശോധിക്കുമ്പോൾ കാറ്റ്, വെള്ളം, സൂര്യൻ ഇവയിൽ നിന്നൊക്കെ നമ്മൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. തിരമാലയിൽ നിന്നും, മറ്റു വെള്ളത്തിൽ നിന്നും, ഡാമിൽ നിന്നും, അതുപോലെ സോളാർ സിസ്റ്റത്തിൽ നിന്നും, കാറ്റിൽ നിന്നും വിൻമില്ലുകൾ പ്രവർത്തിച്ചു നാം നോക്കുമ്പോൾ ഇതിനൊക്കെയും എന്താ ഒരു ശക്തിയുണ്ട്, ഒരു ഊർജമുണ്ട്. അതൊക്കെയും ഇതിൽ നിന്നും നമ്മൾ പല ഊർജങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ നമ്മുടെ കാൽ ചുവട് നാം ചവിട്ടുന്നതായ സ്ഥലത്തെ ഒരു പ്രത്യേക ടൈല് പതിപ്പിക്കുകയും അതിൽ നമ്മൾ അമർത്തുന്ന ആ കാൽ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മർദ്ദം മൂലം അതിൽ നിന്നൊരു പ്രഷർ ചെലുത്തിക്കൊണ്ട് ഒരു ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് നമ്മൾ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഈ ആളുകളുടെ ഒരുപാട് തിങ്ങി നിൽക്കുന്ന ക്രൗഡുകൾ നിറഞ്ഞിരിക്കുന്ന നഗരത്തിലൊക്കെയും ഇത്തരത്തിലുള്ള ടൈലുകൾ പതിക്കുകയും ആളുകളുടെ ചവിട്ടുകൾ, ആളുകൾ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ചവിട്ട് നിമിത്തം അതിൽ നിന്ന് ഊർജം ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ഈ ഊർജം കൊണ്ട് പല കാര്യങ്ങളും, പല റെസ്റ്റോറന്റിലേക്ക് വേണ്ടതായ ഊർജം, വൈദ്യുതിയൊക്കെയും ഇതിൽ നിന്നും ഉണ്ടാകുന്നതായിട്ട് കാണും. പക്ഷേ നാം പരിശോധിക്കുമ്പോൾ, ഈ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ സർവത്തിന്റെയും ഊർജം വരുന്നത് ദൈവത്തിൽ നിന്നുമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടിതാവ്. ദൈവമാണ് എല്ലാവർക്കും ജീവനെ നൽകുന്നത്. ദൈവത്തിന്റെ ശ്വാസം നമുക്കെല്ലാവർക്കും ജീവനെ നൽകുന്നു. ആ ശ്വാസം തിരികെ നമ്മളിൽ നിന്നും പോകുമ്പോൾ നാം മർത്യരായി മാറുന്നു, അല്ലെങ്കിൽ മരണം നമ്മിൽ വരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. തിരുവചനം പറയുന്നു, അമർത്യൻ ദൈവം മാത്രമാണ്, മരണമില്ലാത്തവൻ ദൈവം മാത്രമാണ്. പാപത്തിന്റെ ശമ്പളമായി മരണം ഈ ലോകത്തിലേക്ക് കടന്നു വരികയും നമ്മളെല്ലാവരും ഈ മരണത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണ്. തിരുവചനം പഠിക്കുമ്പോൾ മരണം ഒരു നിദ്രയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്പനേരത്തേക്ക് മാത്രമുള്ള ഒരു നിദ്ര. കർത്താവിന്റെ വീണ്ടും വരവിൽ നമ്മളെല്ലാവരും എഴുന്നേൽക്കും, ആ നിദ്രയിൽ നിന്നും ഉണരും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം ആപ്തവാക്യമായിട്ട് വായിച്ചു കേട്ടതായ തിരുവചനം, ദൈവമാണ് മനുഷ്യനെ നിർമ്മിച്ചത്. സ്വന്തം കരങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ സ്വന്തം ഇമേജ് പോലെ തന്റെ സ്വരൂപത്തിൽ, സ്നേഹത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും നിർമ്മിച്ചുണ്ടാക്കി. അത്തരത്തിൽ ദൈവം നമ്മെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു. നാം ദൈവത്തിലെ ആശ്രയിച്ച് അനുസരിച്ച് ജീവിക്കണം. അത്തരത്തിൽ അനുസരണക്കേടിന്റെ ഫലമായിട്ട് ആദിമ മാതാപിതാക്കൾ ഹവ്വായും ആദാമും പാപം ചെയ്യുകയും അതിന് ഫലമായിട്ട് മരണം ലോകത്തേക്ക് വരികയും ചെയ്തതായിട്ട് കാണുന്നു. നാം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ
നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. വളരെ വ്യക്തമായിട്ട് തിരുവചനം പറയുന്നു. നമുക്ക് ഒരു ദേഹമുണ്ട്. ആ ദേഹത്തിൽ ദൈവത്തിന്റെ ശ്വാസം, ജീവനുള്ള ശ്വാസം നമ്മിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ദേഹിയായി മാറി. ഇവിടെ നാം വായിച്ചു കേട്ടതായ തിരുവചനം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം, ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് ആ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയതും ആയിട്ടും മനുഷ്യൻ പിന്നീട് ജീവനുള്ള ദേഹിയായി മാറിയതായിട്ടും കാണുന്നു. അപ്പോൾ ഈ ദേഹത്തെയും ദേഹിയെയും കൊല്ലുവാൻ കഴിയുന്നവൻ ഒരു ആളേ ഉള്ളൂ, കർത്താവായ ദൈവം. അപ്പോൾ ആ ദൈവത്തിൽ ആശ്രയിക്കുവാനാണ്, ആ ദൈവത്തെ ഭയപ്പെടുവാനാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ഈ മനുഷ്യർക്ക് നമ്മെ കൊല്ലാം, അത് നമ്മുടെ ദേഹത്തെ മാത്രം. ദേഹത്തെയും കൊല്ലുവാൻ കഴിയുന്നവൻ കർത്താവായ ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ ആരാധിച്ചു സേവിച്ചു പോരുക. യെഹെസ്കേലിന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. നാം ഓർക്കുക, നമ്മൾ സാധാരണയായി അവഗണിക്കുന്ന നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അവഗണിക്കുന്ന നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗം, നമ്മുടെ സ്വഭാവം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വഭാവത്തിലും ഒക്കെയുമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴും നമ്മുടെ സ്വഭാവം ഏതവസ്ഥയിലൂടെ കടന്നു പോകുമെന്ന് ചിന്തിക്കുക. നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സ് ഏതൊക്കെ തലത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. കർത്താവായ ദൈവം നമ്മെ സൃഷ്ടിച്ചുണ്ടെങ്കിൽ നാം ദൈവത്തിന് അധീനനായി ജീവിക്കുക. ദൈവമാണ് നമ്മുടെ സങ്കേതവും ബലവും. ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുക. ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി, ഒരിക്കൽ കൂടി ഒന്ന് നമ്മളെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തിയത്, ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കിയത്, നമ്മളെ മെനഞ്ഞുണ്ടാക്കിയത്. ആ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാത ജാഗരണ ചിന്തയിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങളെ കേൾപ്പിച്ച, ഒന്നുകൂടി ഓർമ്മിപ്പിച്ച ആ വലിയ കൃപയ്ക്കായി ഞങ്ങളോട് ശ്രദ്ധിക്കുന്ന കർത്താവേ, നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങ് അടിയങ്ങളെ സൃഷ്ടിച്ചിരിക്കാതെ അടിയങ്ങൾ കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അങ്ങ് നന്ദിയുള്ളവരായിട്ട് ഇരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദേഹത്തെയും ദേഹിയെയും കൊല്ലുവാൻ, നശിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ ദൈവം മാത്രമാണ്. ആ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അടിയങ്ങൾ ജീവിക്കാൻ അടിയങ്ങൾ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് അടിയനെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയോർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗപ്രയാസത്തിലായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിൽ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷാ കാലഘട്ടമാണ് കർത്താവെ, എക്സാം കർത്താവെ അവസാനിക്കുവാനുള്ള സമയമാണ്. ആ എഴുതിയ എല്ലാ കുഞ്ഞുങ്ങളും ഉന്നത വിജയം കരസ്ഥമാക്കാൻ പ്രിയ മക്കളെ ഓരോരുത്തരും സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ലൊരു പ്രഭാതം നൽകിയതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സർവ്വം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണമേ സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.